ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മന്ത്രത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC ബുള്ളറ്റിന്റെ വജ്ര ജൂബിലി സ്പെഷ്യൽ പതിപ്പിൽ നൽകിയിട്ടുള്ള ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരെയും കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ഗവർണർ ജനറൽ. ആൻസർ ഓപ്ഷൻ എ ഡൽഹൌസി. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ ഗവർണർ ജനറൽ. ആൻസർ ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിംഗ്സ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്സ്. കൊൽക്കത്ത മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? ആൻസർ ഓപ്ഷൻ എ വില്യം ബെന്റിക്. കൊൽക്കത്ത മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമ്പോൾ ഗവർണർ ജനറൽ വില്യം ബെന്റിക്. ഞാൻ മുട്ടുകുത്തി നിന്ന് അങ്ങയോട് അപ്പം ചോദിച്ചു, കല്ലാണ് അങ്ങ് തന്നത്. ഏതു വൈസ്രോയെ കുറിച്ചാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ ഡി ഇർവിൻ. ഞാൻ മുട്ടുകുത്തി നിന്ന് അങ്ങയോട് അപ്പം ചോദിച്ചു, കല്ലാണ് അങ്ങ് തന്നത്. ഇർവിൻ വൈസ്രോയെ കുറിച്ചായിരുന്നു ഗാന്ധിജി ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. സതി എന്ന ദുരാചാരം നിരോധിച്ച ഗവർണർ ജനറൽ. ആൻസർ ഓപ്ഷൻ സി വില്യം ബെന്റിക്. സതി എന്ന ദുരാചാരം നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. രണ്ടാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ആൻസർ ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിംഗ്സ്. രണ്ടാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്സ്. മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ആൻസർ ഓപ്ഷൻ ഡി കോൺവാലിസ്. മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കോൺവാലിസ്. ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? ആൻസർ ഓപ്ഷൻ എ വെല്ലസ്ലി പ്രഭു. ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുമ്പോൾ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും രഞ്ജിത് സിംഗും അമൃത്സർ ഉടമ്പടിയിൽ ഒപ്പിടുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? ആൻസർ ഓപ്ഷൻ സി മിന്റോ ഒന്നാമൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും രഞ്ജിത് സിംഗും അമൃത്സർ ഉടമ്പടിയിൽ ഒപ്പിടുമ്പോൾ ഗവർണർ ജനറലായിരുന്നത് മിന്റോ ഒന്നാമൻ. കൽക്കട്ടയ്ക്കും ആഗ്രയ്ക്കും ഇടയിൽ ആദ്യ ടെലിഗ്രാഫ് ലൈൻ സ്ഥാപിച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ സി ഡൽഹൌസി. കൽക്കട്ടയ്ക്കും ആഗ്രയ്ക്കും ഇടയിൽ ആദ്യ ടെലിഗ്രാഫ് ലൈൻ ആരംഭിച്ചത് ഡൽഹൌസിയുടെ കാലത്തായിരുന്നു. കൽക്കട്ടയ്ക്കും ആഗ്രയ്ക്കും ഇടയിൽ ആദ്യ ടെലിഗ്രാഫ് ലൈൻ ആരംഭിച്ചത് ഡൽഹൌസിയുടെ കാലത്തായിരുന്നു. ശിപ്പായി ലഹളക്കാലത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ? ആൻസർ ഓപ്ഷൻ ഡി കാനിംഗ് പ്രഭു. ശിപ്പായി ലഹളക്കാലത്ത് കാനിംഗ് പ്രഭു ആയിരുന്നു ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാരെ? ആൻസർ ഓപ്ഷൻ ബി വെല്ലസ്ലി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് വെല്ലസ്ലി പ്രഭു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാരെ? ആൻസർ ഓപ്ഷൻ എ ഡൽഹൌസി. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നീ സർവകലാശാലകൾ നിലവിൽ വന്ന സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ? ആൻസർ ഓപ്ഷൻ ഡി കാനിംഗ് പ്രഭു. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നീ സർവകലാശാലകൾ നിലവിൽ വന്ന സമയത്തെ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് 1872 എടുക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി മേയോ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് എടുത്ത വർഷം 1872. അപ്പോഴത്തെ വൈസ്രോയി മേയോ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടന്ന വർഷം 1881. അപ്പോഴുള്ള വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി റിപ്പൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടന്ന വർഷം 1881. അപ്പോഴുള്ള വൈസ്രോയി റിപ്പൺ പ്രഭു ആണ്. വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്ന വൈസ്രോയി?
ആൻസർ ഓപ്ഷൻ ഡി ലിട്ടൺ പ്രഭു. വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്ന വൈസ്രോയ് ലിട്ടൺ. വെർണാക്കുലർ പ്രസ് ആക്ട് പിൻവലിച്ച വൈസ്രോയ്. ആൻസർ ഓപ്ഷൻ ബി റിപ്പൺ. വെർണാക്കുലർ പ്രസ് ആക്ട് പിൻവലിച്ച വൈസ്രോയ് റിപ്പൺ പ്രഭു. ഏതു വൈസ്രോയുടെ കാലത്താണ് ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ഡി കാനിംഗ് പ്രഭു. കാനിംഗ് പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത്. ഏത് വൈസ്രോയുടെ കാലത്താണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ എ കാനിംഗ് പ്രഭു. കാനിംഗ് പ്രഭുവിന്റെ കാലത്താണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വന്നത്. 1877 ഡൽഹി ദർബാർ നടക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ലിട്ടൺ പ്രഭു. 1877 ഡൽഹി ദർബാർ നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ലിട്ടൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയിലേക്ക് മാറ്റിയ സമയത്തെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയി. ആൻസർ ഓപ്ഷൻ എ കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റിയ സമയത്തെ വൈസ്രോയി ആയിരുന്നു കാനിംഗ്. വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി 1877 പ്രഖ്യാപിക്കുന്ന സമയത്തെ വൈസ്രോയി. ആൻസർ ഓപ്ഷൻ ഡി ലിട്ടൺ പ്രഭു. വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി 1877 പ്രഖ്യാപിക്കുന്ന സമയത്തെ വൈസ്രോയി ലിട്ടൺ. ബോംബെക്കും താനെക്കും ഇടയിൽ ആദ്യ റെയിൽവേ ലൈൻ ഇന്ത്യയിൽ സ്ഥാപിക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ഡൽഹൌസി. ബോംബെക്കും താനെക്കും ഇടയിൽ ആദ്യ റെയിൽവേ ലൈൻ ഇന്ത്യയിൽ സ്ഥാപിക്കുമ്പോൾ ഗവർണർ ജനറൽ ഡൽഹൌസി. ഏത് വൈസ്രോയുടെ കാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ എ ഡഫറിൻ പ്രഭു. ഡഫറിൻ പ്രഭുവിന്റെ കാലത്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. ഡ്യൂറന്റ് ലൈൻ പ്രാബല്യത്തിൽ വന്നപ്പോൾ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ലാൻസ്ഡൌൺ പ്രഭു. ഡ്യൂറന്റ് ലൈൻ പ്രാബല്യത്തിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് ലാൻസ്ഡൌൺ. വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി. ആൻസർ ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി കഴ്സൺ പ്രഭു. അഫ്ഗാൻ പ്രശ്നത്തിൽ 1876 രാജിവെച്ച വൈസ്രോയി. ആൻസർ ഓപ്ഷൻ എ നോർത്ത് ബ്രൂക്ക്. അഫ്ഗാൻ പ്രശ്നത്തിൽ 1876 രാജിവെച്ച വൈസ്രോയാണ് നോർത്ത് ബ്രൂക്ക്. എഡ്വേർഡ് ഏഴാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച സമയത്തെ വൈസ്രോയി. ആൻസർ ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭു. എഡ്വേർഡ് ഏഴാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച സമയത്തെ വൈസ്രോയ് കഴ്സൺ പ്രഭു. വഹാബികളുടെ കലാപം അമർച്ച ചെയ്തത് ആര്? ആൻസർ ഓപ്ഷൻ സി എൽജിൻ ഒന്നാമൻ. വഹാബികളുടെ കലാപം അമർച്ച ചെയ്തത് എൽജിൻ ഒന്നാമൻ. വിക്ടോറിയ മഹാറാണി അന്തരിച്ച സമയത്തെ വൈസ്രോയ്. ആൻസർ ഓപ്ഷൻ ബി കഴ്സൺ പ്രഭു. വിക്ടോറിയ മഹാറാണി അന്തരിച്ച സമയത്തെ വൈസ്രോയ് കഴ്സൺ പ്രഭു. ബ്രിട്ടീഷുകാർ അജ്മീരിൽ സ്ഥാപിച്ച കോളേജ് ഏത് വൈസ്രോയുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി മേയോ പ്രഭു. ബ്രിട്ടീഷുകാർ അജ്മീരിൽ സ്ഥാപിച്ച കോളേജ് മേയോ പ്രഭുവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സ്വതന്ത്ര വ്യാപാരത്തിൽ വിശ്വസിക്കുകയും അരി, എണ്ണ, നീലം എന്നിവയുടേത് ഒഴികെയുള്ള കയറ്റുമതി നികുതികൾ നിർത്തലാക്കുകയും ചെയ്ത വൈസ്രോയി. ആൻസർ ഓപ്ഷൻ ഡി നോർത്ത് ബ്രൂക്ക്. സ്വതന്ത്ര വ്യാപാരത്തിൽ വിശ്വസിക്കുകയും അരി, എണ്ണ, നീലം എന്നിവയുടേത് ഒഴികെയുള്ള കയറ്റുമതി നികുതികൾ നിർത്തലാക്കുകയും ചെയ്ത വൈസ്രോയിയാണ് നോർത്ത് ബ്രൂക്ക്. ഒരു കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഗവർണർ ജനറൽ.
ആൻസർ ഓപ്ഷൻ സി വാറൻ ഹേസ്റ്റിംഗ്സ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്സ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ പദവി മൗണ്ട് ബാറ്റൻ പ്രഭു ഒഴിഞ്ഞ വർഷം. ആൻസർ ഓപ്ഷൻ എ 1948. സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ പദവി മൗണ്ട് ബാറ്റൻ പ്രഭു ഒഴിഞ്ഞ വർഷം 1948. നെപ്പോളിയോണിക് യുദ്ധത്തിൽ ഇടതുകൈ നഷ്ടപ്പെട്ട ഗവർണർ ജനറൽ. ആൻസർ ഓപ്ഷൻ ബി ഹാർഡിഞ്ച് ഒന്നാമൻ. നെപ്പോളിയോണിക് യുദ്ധത്തിൽ ഇടതുകൈ നഷ്ടപ്പെട്ട ഗവർണർ ജനറലാണ് ഹാർഡിഞ്ച് ഒന്നാമൻ. പിൽക്കാലത്ത് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ആസൂത്രണം ചെയ്ത ബോംബ് സ്ഫോടനത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ വൈസ്രോയ്. ആൻസർ ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൻ പ്രഭു. പിൽക്കാലത്ത് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ആസൂത്രണം ചെയ്ത ബോംബ് സ്ഫോടനത്തിൽ മരണമടഞ്ഞ ഇന്ത്യ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഗാസിപ്പൂരിൽ നിര്യാതനാവുകയും ഗംഗാതീരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ഗവർണർ ജനറൽ. ആൻസർ ഓപ്ഷൻ ബി കോൺവാലിസ് പ്രഭു. ഗാസിപ്പൂരിൽ നിര്യാതനാവുകയും ഗംഗാതീരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. ഇടതുകൈ ഇല്ലാത്ത ഒരു വ്യക്തി 1926 ഇന്ത്യ വൈസ്രോയി ആയി. അദ്ദേഹത്തിന്റെ പേര്. ആൻസർ ഓപ്ഷൻ ഡി ഇർവിൻ പ്രഭു. ഇടതുകൈ ഇല്ലാത്ത ഒരു വ്യക്തി 1926 ഇന്ത്യ വൈസ്രോയി ആയി. അദ്ദേഹത്തിന്റെ പേരാണ് ഇർവിൻ പ്രഭു. 1937 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ലിൻലിത് ഗോ. 1937 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ലിൻലിത് ഗോ. ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ശേഷം വൈസ്രോയി ആയത് ആര്? ആൻസർ ഓപ്ഷൻ എ വേവൽ പ്രഭു. ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ശേഷം വൈസ്രോയി ആയ വ്യക്തിയാണ് വേവൽ പ്രഭു. താജ്മഹലിന്റെ പരിരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയ വൈസ്രോയി. ആൻസർ ഓപ്ഷൻ ബി കഴ്സൺ പ്രഭു. താജ്മഹലിന്റെ പരിരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും പിൽക്കാലത്ത് ഇന്ത്യ വൈസ്രോയിയായി നിയമിതനാവുകയും ചെയ്ത വ്യക്തി. ആൻസർ ഓപ്ഷൻ ഡി വേവൽ പ്രഭു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും പിൽക്കാലത്ത് ഇന്ത്യ വൈസ്രോയിയായി നിയമിതനാവുകയും ചെയ്ത വ്യക്തിയാണ് വേവൽ പ്രഭു. 2 പ്രാവശ്യം ഗവർണർ ജനറലായ വ്യക്തി. ആൻസർ ഓപ്ഷൻ എ കോൺവാലിസ് പ്രഭു. 2 പ്രാവശ്യം ഗവർണർ ജനറലായ വ്യക്തിയാണ് കോൺവാലിസ് പ്രഭു. സർക്കാർ ഓഫീസുകൾക്ക് ഞായറാഴ്ച ഒഴിവുദിനം കൊണ്ടുവന്ന ഗവർണർ ജനറൽ. ആൻസർ ഓപ്ഷൻ എ ഹാർഡിഞ്ച് ഒന്നാമൻ. സർക്കാർ ഓഫീസുകൾക്ക് ഞായറാഴ്ച ഒഴിവുദിനം കൊണ്ടുവന്ന ഗവർണർ ജനറലാണ് ഹാർഡിഞ്ച് ഒന്നാമൻ. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഇംപീരിയൽ സർവീസ് കോർപ്സ് എന്ന പാരാമിലിറ്ററി വിഭാഗം ആവിഷ്കരിച്ച വൈസ്രോയി. ആൻസർ ഓപ്ഷൻ എ ഡഫറിൻ പ്രഭു. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഇംപീരിയൽ സർവീസ് കോർപ്സ് എന്ന പാരാമിലിറ്ററി വിഭാഗം ആവിഷ്കരിച്ച വൈസ്രോയിയാണ് ഡഫറിൻ പ്രഭു. ബ്രിട്ടീഷ് മിലിറ്ററി കമാൻഡർ ഇൻ ചീഫായ കിച്ച്നർ പ്രഭുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1905 രാജിവെച്ച വൈസ്രോയി. ആൻസർ ഓപ്ഷൻ ബി കഴ്സൺ പ്രഭു. ബ്രിട്ടീഷ് മിലിറ്ററി കമാൻഡർ ഇൻ ചീഫായ കിച്ച്നർ പ്രഭുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1905 രാജിവെച്ച വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൽ ജനറലായിരുന്ന വ്യക്തി പിൽക്കാലത്ത് ഇന്ത്യയിൽ ഗവർണർ ജനറലായി. ഇദ്ദേഹത്തിന്റെ പേര്. ആൻസർ ഓപ്ഷൻ ബി കോൺവാലിസ് പ്രഭു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൽ ജനറലായിരുന്ന വ്യക്തി പിൽക്കാലത്ത് ഇന്ത്യയിൽ ഗവർണർ ജനറലായി. അദ്ദേഹത്തിന്റെ പേരാണ് കോൺവാലിസ് പ്രഭു.
ഗവർണർ ജനറൽമാരിൽ ആദ്യമായി രാജിവെച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വാറൻ ഹേസ്റ്റിംഗ്സ്. ഗവർണർ ജനറൽമാരിൽ ആദ്യമായി രാജിവെച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ്. കുതിര സവാരിക്കിടെ നട്ടെല്ലിന് പരിക്കുപറ്റിയത് മൂലം ജീവിതകാലം മുഴുവൻ വേദന അനുഭവിക്കേണ്ടി വന്ന വൈസ്രോയി? ആൻസർ ഓപ്ഷൻ സി കഴ്സൺ പ്രഭു. കുതിര സവാരിക്കിടെ നട്ടെല്ലിന് പരിക്കുപറ്റിയത് മൂലം ജീവിതകാലം മുഴുവൻ വേദന അനുഭവിക്കേണ്ടി വന്ന വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി? ആൻസർ ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്ന സമയത്ത് വൈസ്രോയ്? ആൻസർ ഓപ്ഷൻ സി മിന്റോ രണ്ടാമൻ. ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്ന സമയത്ത് വൈസ്രോയ് മിന്റോ രണ്ടാമൻ. ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്ന വർഷം 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം പിൻവലിച്ച വൈസ്രോയ്? ആൻസർ ഓപ്ഷൻ സി ഹാർഡിഞ്ച് രണ്ടാമൻ. ബംഗാൾ വിഭജനം പിൻവലിച്ച വൈസ്രോയ് ഹാർഡിഞ്ച് രണ്ടാമൻ. 1911 ജോർജ് അഞ്ചാമൻ രാജാവ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ഹാർഡിഞ്ച് രണ്ടാമൻ. 1911 ജോർജ് അഞ്ചാമൻ രാജാവ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആയിരുന്നത് ഹാർഡിഞ്ച് രണ്ടാമൻ. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ഹാർഡിഞ്ച് രണ്ടാമൻ. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ വൈസ്രോയി ആയിരുന്നത് ഹാർഡിഞ്ച് രണ്ടാമൻ. 1906 മുസ്ലിം ലീഗ് രൂപം കൊണ്ട സമയത്തെ വൈസ്രോയി? ആൻസർ ഓപ്ഷൻ ബി മിന്റോ രണ്ടാമൻ. 1906 മുസ്ലിം ലീഗ് രൂപം കൊണ്ട സമയത്തെ വൈസ്രോയ് മിന്റോ രണ്ടാമൻ. ഏത് വൈസ്രോയുടെ കാലത്താണ് ചൗരി ചൗര സംഭവം നടന്നത്? ആൻസർ ഓപ്ഷൻ ബി റീഡിംഗ് പ്രഭു. റീഡിംഗ് പ്രഭുവിന്റെ കാലത്തായിരുന്നു ചൗരി ചൗര സംഭവം നടന്നത്. റൗലത്ത് ആക്ട് പാസാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ചെംസ്ഫോർഡ്. റൗലത്ത് ആക്ട് പാസായ സമയത്തെ വൈസ്രോയ് ചെംസ്ഫോർഡ്. 1921 മാപ്പിള കലാപ സമയത്തെ വൈസ്രോയ്? ആൻസർ ഓപ്ഷൻ സി റീഡിംഗ് പ്രഭു. 1921 മാപ്പിള കലാപ സമയത്തെ വൈസ്രോയ് റീഡിംഗ് പ്രഭു. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലക്കാലത്തെ വൈസ്രോയ്? ആൻസർ ഓപ്ഷൻ എ ചെംസ്ഫോർഡ്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലക്കാലത്തെ വൈസ്രോയി ആയിരുന്നു ചെംസ്ഫോർഡ്. ഒന്നാം വട്ടമേശ സമ്മേളന സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ഇർവിൻ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളന സമയത്ത് വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. ഏത് വൈസ്രോയുടെ കാലത്താണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത്? ആൻസർ ഓപ്ഷൻ എ വെല്ലിംഗ്ടൺ പ്രഭു. വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ കാലത്തായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത്. മൂന്നാം വട്ടമേശ സമ്മേളന കാലത്തെ വൈസ്രോയ്? ആൻസർ ഓപ്ഷൻ എ വെല്ലിംഗ്ടൺ പ്രഭു. മൂന്നാം വട്ടമേശ സമ്മേളന കാലത്തെ വൈസ്രോയ് ആയിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു. ഇന്ത്യക്കാരുടെ കൈകളിലേക്ക് അധികാരം കൈമാറുന്ന തീയതി പ്രഖ്യാപിച്ച വൈസ്രോയ്? ആൻസർ ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യക്കാരുടെ കൈകളിലേക്ക് അധികാരം കൈമാറുന്ന തീയതി പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഏത് വൈസ്രോയുടെ കാലത്താണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്? ആൻസർ ഓപ്ഷൻ ഡി ലിൻലിത് ഗോ. ലിൻലിത് ഗോ വൈസ്രോയുടെ കാലത്തായിരുന്നു ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. 1946 ഡിസംബർ 9 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചപ്പോൾ ആരായിരുന്നു വൈസ്രോയി? ആൻസർ ഓപ്ഷൻ ബി വേവൽ പ്രഭു. 1946 ഡിസംബർ 9 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചപ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു.
കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് ആരായിരുന്നു വൈസ്രോയ്? ആൻസർ ഓപ്ഷൻ ഡി ലില്ലിത് ഗോ. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് വൈസ്രോയ് ലില്ലിത് ഗോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെട്ട വൈസ്രോയ്? ആൻസർ ഓപ്ഷൻ ബി കഡ്സൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെട്ട വൈസ്രോയാണ് കഡ്സൺ പ്രഭു. 1946 സെപ്റ്റംബർ 2 ഇടക്കാല മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ വേവൽ പ്രഭു. 1946 സെപ്റ്റംബർ 2 ഇടക്കാല മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയത് ഏതു വൈസ്രോയുടെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ എ മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയത് മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കാലത്തായിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറൽ? ആൻസർ ഓപ്ഷൻ സി വാറൻ ഹേസ്റ്റിംഗ്സ്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്സ്. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി? ആൻസർ ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ കാനിംഗ് പ്രഭു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്തെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നത് കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ്? ആൻസർ ഓപ്ഷൻ ഡി കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയാണ് കാനിംഗ് പ്രഭു. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ? ആൻസർ ഓപ്ഷൻ ബി വാറൻ ഹേസ്റ്റിംഗ്സ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്സ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ? ആൻസർ ഓപ്ഷൻ എ റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്സ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന സ്ഥാനപ്പേരോടെ ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച ആദ്യ വ്യക്തി? ആൻസർ ഓപ്ഷൻ ഡി വില്യം ബെന്റിക്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന സ്ഥാനപ്പേരോടെ ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച ആദ്യ വ്യക്തിയാണ് വില്യം ബെന്റിക്. സ്വതന്ത്ര ഇന്ത്യയിൽ ഗവർണർ ജനറൽ പദവി വഹിച്ച ഏക ഭാരതീയൻ? ആൻസർ ഓപ്ഷൻ സി സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിൽ ഗവർണർ ജനറൽ പദവി വഹിച്ച ഏക ഭാരതീയനാണ് സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ? ആൻസർ ഓപ്ഷൻ ബി സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? ആൻസർ ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ? ആൻസർ ഓപ്ഷൻ സി മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മുഹമ്മദ് അലി ജിന്ന. വൈസ്രോയി ആൻഡ് ഗവർണർ ജനറൽ എന്ന പദവി പേരോടെ ഇന്ത്യ ഭരിച്ച ആദ്യ വ്യക്തി? ആൻസർ ഓപ്ഷൻ ഡി കാനിംഗ് പ്രഭു. വൈസ്രോയി ആൻഡ് ഗവർണർ ജനറൽ എന്ന പദവി പേരോടെ ഇന്ത്യ ഭരിച്ച ആദ്യ വ്യക്തിയാണ് കാനിംഗ് പ്രഭു. ഏറ്റവും കൂടുതൽ ഇന്ത്യ വൈസ്രോയിമാരുടെ ഭരണത്തിന് സാക്ഷ്യം വഹിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ വിക്ടോറിയ രാജ്ഞി. ഏറ്റവും കൂടുതൽ ഇന്ത്യ വൈസ്രോയിമാരുടെ ഭരണത്തിന് സാക്ഷ്യം വഹിച്ച ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്നു വിക്ടോറിയ രാജ്ഞി. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ?
ആൻസർ ഓപ്ഷൻ ഡി വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. നന്ദകുമാർ സംഭവവുമായി ബന്ധപ്പെട്ട ഗവർണർ ജനറൽ. ആൻസർ ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിംഗ്സ്. നന്ദകുമാർ സംഭവവുമായി ബന്ധപ്പെട്ട ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്സ്. ജോർജ് അഞ്ചാമൻ രാജാവിന്റെ കിരീടധാരണം ഡൽഹിയിൽ നടന്ന സമയത്ത് വൈസ്രോയ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ഹാർഡിഞ്ച് രണ്ടാമൻ. ജോർജ് അഞ്ചാമൻ രാജാവിന്റെ കിരീടധാരണം ഡൽഹിയിൽ നടന്ന സമയത്തെ വൈസ്രോയി ആയിരുന്നു ഹാർഡിഞ്ച് രണ്ടാമൻ. ധനകാര്യ വികേന്ദ്രീകരണം കൊണ്ടുവന്ന വൈസ്രോയി. ആൻസർ ഓപ്ഷൻ ബി മേയോ പ്രഭു. ധനകാര്യ വികേന്ദ്രീകരണം കൊണ്ടുവന്ന വൈസ്രോയിയാണ് മേയോ പ്രഭു. INA വിചാരണ സമയത്ത് വൈസ്രോയി. ആൻസർ ഓപ്ഷൻ ബി വേവൽ പ്രഭു. INA വിചാരണ സമയത്ത് വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു. ഇന്ത്യയിലെ അധ്യയന മാധ്യമം ഇംഗ്ലീഷാക്കിയ ഗവർണർ ജനറൽ. ആൻസർ ഓപ്ഷൻ സി വില്യം ബെന്റിംഗ്. ഇന്ത്യയിലെ അധ്യയന മാധ്യമം ഇംഗ്ലീഷാക്കിയ ഗവർണർ ജനറലാണ് വില്യം ബെന്റിംഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഇർവിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുന്ന സമയത്തെ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൈസ്രോയി. ആൻസർ ഓപ്ഷൻ സി റിപ്പൺ പ്രഭു. തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച സമയത്തെ വൈസ്രോയി. ആൻസർ ഓപ്ഷൻ ഡി വെല്ലിംഗ്ടൺ പ്രഭു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച സമയത്തെ വൈസ്രോയി ആയിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു. ഏത് വൈസ്രോയിയുടെ കാലത്താണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രവിശ്യകൾ ദ്വിഭരണം നടപ്പിലാക്കിയത്? ആൻസർ ഓപ്ഷൻ ഡി ചെംസ്ഫോർഡ്. ചെംസ്ഫോർഡിന്റെ കാലത്തായിരുന്നു 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രവിശ്യകൾ ദ്വിഭരണം നടപ്പിലാക്കിയത്. ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഒന്നാം ഫാക്ടറി നിയമം നടപ്പിലാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവിന്റെ കാലത്തായിരുന്നു ഒന്നാം ഫാക്ടറി നിയമം നടപ്പിലാക്കിയത്. ഏത് വൈസ്രോയിയുടെ കാലത്താണ് രണ്ടാം ഫാക്ടറി നിയമം നടപ്പിലാക്കിയത്? ആൻസർ ഓപ്ഷൻ എ ലാൻസ്ഡൌൺ. ലാൻസ്ഡൌൺ പ്രഭുവിന്റെ കാലത്തായിരുന്നു രണ്ടാം ഫാക്ടറി നിയമം നടപ്പിലാക്കിയത്. വധിക്കപ്പെട്ട ഒരേ ഒരു വൈസ്രോയി. ആൻസർ ഓപ്ഷൻ സി മേയോ പ്രഭു. വധിക്കപ്പെട്ട ഒരേ ഒരു വൈസ്രോയിയാണ് മേയോ പ്രഭു. പുരാതന സ്മാരക സംരക്ഷണ നിയമം പാസാക്കിയ സമയത്തെ വൈസ്രോയി. ആൻസർ ഓപ്ഷൻ സി കഴ്സൺ പ്രഭു. പുരാതന സ്മാരക സംരക്ഷണ നിയമം പാസാക്കിയ സമയത്തെ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. വെല്ലൂർ കലാപം നടന്നത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ എ ജോർജ് ബാർലോ. വെല്ലൂർ കലാപം നടന്ന സമയത്തെ ഗവർണർ ജനറലായിരുന്നു ജോർജ് ബാർലോ. ഓരോ പ്രവിശ്യയിലും പ്രത്യേക പൊതുമരാമത്ത് വകുപ്പ് നിലവിൽ വന്നത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ സി ഡൽഹൌസി. ഡൽഹൌസിയുടെ കാലത്തായിരുന്നു ഓരോ പ്രവിശ്യയിലും പ്രത്യേക പൊതുമരാമത്ത് വകുപ്പ് നിലവിൽ വന്നത്. ഫ്രണ്ട്സ്, 100 ചോദ്യങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പാർട്ട് 2ലും 100 ചോദ്യങ്ങളുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്